പലതവണ വന്നിരുന്നു. പലതവണ വന്ന് പിന്നെ പത്തനംതിട്ട DYSP ഓഫീസിൽ പുള്ളിയെ കൊണ്ടുപോവുകയൊക്കെ ചെയ്താൽ അവിടെ മൊഴിയൊക്കെ കൊടുത്തിട്ടുള്ള അവിടുന്ന് പുഷ്പം പോലെ പുള്ളി ഊരി പോകുന്നു. എല്ലാവരും പുള്ളിയെ സഹായിക്കുന്ന വേറെ ആൾക്കാരാണല്ലോ. പൈസ പുള്ളിക്ക് പൈസയുണ്ട്, എനിക്ക് പൈസയില്ല. അതാണ് വ്യത്യാസം. എത്ര നാളായി ക്രൈംബ്രാഞ്ചിന് മൊഴി കൊടുത്തിട്ട്? ഇപ്പോൾ 2 വർഷമായി കാണുമല്ലോ. കൊറോണ കഴിഞ്ഞപ്പോഴാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഈ ലോക്കൽ പോലീസ് ഈ സംഭവം നടക്കുന്ന സമയത്ത് ലോക്കൽ പോലീസൊക്കെ നിങ്ങൾ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു? ആ സമയത്ത് എന്നോട് ആരും ചോദിച്ചിട്ടൊന്നുമില്ല. ലോഡ്ജിലോ അങ്ങനെ എന്തെങ്കിലും? ലോഡ്ജ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഇല്ല അന്വേഷിച്ചിട്ടില്ല. അവിടെ ഇല്ല. ഒരു ലോഡ്ജിലും വന്ന് അവിടെ ഒരു ലോഡ്ജല്ല, ലോഡ്ജ് 3-4 ഉണ്ട്. പ്രൈവറ്റ് ലോഡ്ജ് വേറെ ഒരുപാടുണ്ട്. അവരെല്ലാം ഇതുപോലെ കേസുകൾ നടക്കുന്ന. ഏതെങ്കിലും ഒരു ലോഡ്ജ് നോക്കിയാൽ അറിയാം വേറെ ലോഡ്ജിൽ പോയിട്ടുണ്ടോയെന്ന്. ഇത് ടൗണിനോട് ചേർന്നായതുകൊണ്ട് വരാനും കൂടെ മടിക്കും ആൾക്കാർ. പിന്നെ ഈ പുള്ളിയുടെ അടുത്ത് എല്ലാവരും എത്തുള്ളൂ. ചേച്ചി, ഈ മൊഴി ഇനി എവിടെ വേണമെങ്കിലും ഇതേപോലെ ആവർത്തിക്കും? ആര് ചോദിച്ചാലും ഞാൻ പറയും. കാരണം ഞാൻ കണ്ട കാര്യമാണ്, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് 10 പേരോട് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് അത്ര മനസ്സമാൻ കിട്ടും, അത്ര ആവട്ടെ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ല വേറൊന്നുമല്ല. അങ്ങോട്ട് തിരോധാന കേസിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയ സ്ത്രീ ഇപ്പോൾ വീണ്ടും പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ജസ്ന തന്നെയാണെന്ന് അവർ പറയുന്നു. ജസ്നയെ കണ്ടിരുന്നു. തിരോധാന വാർത്ത വരുന്നതിന് തലേ ദിവസമാണ് അവരെ മുണ്ടക്കയത്തെ ഒരു മോശം ലോഡ്ജിലായിരുന്നു അവർ ജോലി ചെയ്തിരുന്നത്. അവിടെ ജസ്നയുമായി ഒരു യുവാവ് വന്നിരുന്നു. യുവാവിൻ്റെ മുഖം ഓർക്കുന്നില്ല, പക്ഷേ ജസ്നയെ നന്നായി ഓർക്കുന്നു. ഒരു ചെറിയ പെൺകുട്ടിയായതുകൊണ്ടാണ് അവരുടെ മുഖം നന്നായി ഓർക്കുന്നത് എന്നാണ് ലോഡ്ജിലെ മുൻ ജീവനക്കാരി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. PR പ്രവീണ വിവരങ്ങളുമായി. പ്രവീണ, ക്രൈംബ്രാഞ്ചിന് ഈ സ്ത്രീ മൊഴി നൽകിയിട്ടുണ്ട്. CBIക്ക് മൊഴി നൽകാഞ്ഞത് എന്താണ് അവർ പറയുന്നത്? ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഈ പ്രതികരണവുമായി വരാനുള്ള കാര്യം എന്താണ്? സ്മൃതി, ETS എന്ന് പറഞ്ഞാൽ, അതായത് മുണ്ടക്കയത്തെ ETS എന്ന് പറഞ്ഞ ലോഡ്ജിലെ ജീവനക്കാരിയായിരുന്നു. ആ ലോഡ്ജിൽ വെച്ചാണ് ഈ പറഞ്ഞ പോലെ ജസ്നയെ കണ്ടു എന്ന് പറയുന്നത്. ജസ്ന അവിടുത്തെ വരാന്തയിൽ നിൽക്കുമ്പോഴാണ് താൻ കണ്ടത്. ഒരു ചെറിയ പെൺകുട്ടി ഈ ലോഡ്ജിൽ വന്നത് എന്തിനാണെന്ന് ഉടമസ്ഥനോട് ചോദിക്കുമ്പോൾ ഇതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അന്ന് അവരെ വിരട്ടി എന്നാണ് പറയുന്നത്. അതിനുശേഷം 2 മാസങ്ങൾക്ക് ശേഷമാണ് പത്രത്തിൽ ജസ്നയെ കാണാനില്ല എന്നുള്ള വാർത്ത വരുന്നതും. പിന്നീട് അവരത് പറയാൻ ശ്രമിക്കുമ്പോൾ ഉടമ അന്ന് വിലക്കിയിരുന്നു, ഭീഷണിപ്പെടുത്തിയിരുന്നു. പുറത്തു പറഞ്ഞാൽ ഈ പറയുന്ന സ്ത്രീയെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞിരുന്നു എന്നാണ് അവർ പറയുന്നത്. അതനുസരിച്ച് അവരന്ന് പുറത്ത് പറഞ്ഞിരുന്നില്ല. പക്ഷെ പിന്നീട് ആകപ്പാടെ ഒരു ജസ്നയെ തൻ്റെ മകൾ എന്നുള്ള സ്ഥാനത്തേക്ക് അവരെ കണ്ടു തുടങ്ങിയപ്പോഴാണ് ഇത് പുറത്തു പറയാൻ ശ്രമിച്ചത്. അങ്ങനെയാണ് ഇത് പോലീസിൽ അറിയിക്കുകയും പിന്നീട് ക്രൈംബ്രാഞ്ച് അവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഈ ഹോട്ടൽ ഉടമയെയും ചോദ്യം ചെയ്തു എന്നാണ് അവർ പറയുന്നത്. CBI ഒന്നും അവരെ ബന്ധപ്പെട്ടിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് അവർക്ക് അറിയില്ല എന്നുള്ളതും പറയുന്നുണ്ട്. എന്തായാലും ജസ്നയെ കണ്ടത് അവർ ജസ്നയുടെ ഡ്രസ്സ് പോലും, പല്ലിലിട്ട ക്ലിപ്പ്, അതുപോലെ തന്നെ പിങ്ക് ഡ്രസ്സായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ലോഡ്ജിനടുത്തുനിന്നുള്ള CCTV ദൃശ്യങ്ങളിലാണ് ജസ്നയെ ഏറ്റവും ഒടുവിൽ കണ്ട ദൃശ്യങ്ങളുമുള്ളത്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നതിൽ ഇക്കാര്യത്തിൽ കണ്ടത് ചിലപ്പോൾ ശരിയായിരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ CBI എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി അത്തരത്തിൽ തന്നെ ആരും എത്തിയിട്ടില്ല, ഇനി ആര് ചോദിച്ചാലും അത് പറയുമെന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഭീഷണി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത് പുറത്തു പറയാൻ വൈകിയത് എന്നുള്ള കാര്യമാണ് ഈ സ്ത്രീ പറയുന്നത്. ശരി ജസ്ന, തിരോധാനത്തിന് വർഷങ്ങൾക്കിപ്പുറം ഒരു പ്രതികരണവുമായി ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയ സ്ത്രീ വീണ്ടും വന്നിരിക്കുകയാണ്. CBI എന്തുകൊണ്ടാണ് തൻ്റെ മൊഴിയെടുക്കാത്തത് എന്നറിയില്ല എന്നാണ് അവർ പറയുന്നത്. ഏതായാലും ജസ്നയെ തന്നെയാണ് കണ്ടതെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു.